വികസന വഴിയിലൂടെയുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ തൃത്താല നിയമസഭാ മണ്ഡലത്തിന്റെ മുഖമുദ്ര. സംസ്ഥാനത്താകെ നവീകരിക്കുന്ന 20 പ്രധാന ജംഗ്ഷനുകളിൽ തൃത്താലയിലെ കൂറ്റനാടും ഉൾപ്പെടുന്നു. കൂറ്റനാട് ജംഗ്ഷനിൽ എത്തിച്ചേരുന്ന 4 പ്രധാന റോഡുകളുടെ നവീകരണമാണ് ഇതിൽ പ്രധാനം. സ്ഥലം MLA കൂടിയായ തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ ആഭിമുഖ്യത്തിലാണ് തൃത്താലയിലെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ദേശീയപാതാ വികസനം ഉൾപ്പെടെയുള്ള വൻകിട പശ്ചാത്തല സൗകര്യ വികസനത്തിനായി 87,521 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി മുഖേന നടപ്പാക്കിയിട്ടുള്ളത്. അതോടൊപ്പം പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, റോഡുകൾ, പാലങ്ങൾ എന്നീ മേഖലകളിലും കിഫ്ബി വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 250 കോടിയിലേറെ രൂപയുടെ കിഫ്ബി പദ്ധതികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂറ്റനാട് ജംഗ്ഷൻ വികസനമടക്കമുള്ള പദ്ധതികൾ കിഫ്ബി വഴി നടപ്പാക്കുന്നു. കുറ്റിപ്പുറം, കുമ്പിടി, തൃത്താല, പട്ടാമ്പി റോഡ് പുനർനിർമ്മിക്കുന്ന പദ്ധതിക്ക് കിഫ്ബി ഫണ്ടിൽ നിന്ന് 128 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. മണ്ഡലത്തിലെ കായിക മേഖലയിൽ നിർണായകമാണ് കിഫ്ബിയുടെ സഹായത്തോടെ സ്ഥാപിക്കുന്ന സിന്തറ്റിക് സ്പോർട്സ് ഫ്ലോറിംഗ്. ഇതുകൂടാതെ വിദ്യാഭ്യാസ മേഖലയിലാണ് മറ്റു പ്രധാന വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇക്കൂട്ടത്തിൽ 3.9 കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിട ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണ മിഷന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച തൃത്താല നിയോജക മണ്ഡലത്തിലെ ആദ്യ കെട്ടിടമാണിത്. തൃത്താല മണ്ഡലത്തിൽ 9 വിദ്യാലയങ്ങളിലാണ് കിഫ്ബി ഫണ്ടിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. ഇതിൽ ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയം ഉൾപ്പെടെ 6 വിദ്യാലയങ്ങൾക്കാണ് 3.90 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. ചാത്തന്നൂർ, ചാലിശ്ശേരി സ്കൂളുകൾ, വട്ടനാട് GLPS, വട്ടനാട് GVHSS എന്നിവിടങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു.